guys, welcome back to my channel. ഇന്ന് നമുക്ക് പ്രഗ്നൻസിയുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ നോക്കാം. ബേബിയുടെ ഓരോ പ്രോഡക്റ്റും ഞാൻ ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അഫോർഡബിൾ പ്രൈസിന് കിട്ടിയപ്പോൾ ഓരോന്നും ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അതെല്ലാം കൂടെ ചേർത്താണ് ഇപ്പോൾ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ ഇട്ടുന്നത്. ബേബി പ്രോഡക്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ക്യാരിയും ബാഗിലാണ് ആദ്യം വെക്കുന്നത്. അതാകുമ്പോൾ എടുക്കുന്നവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഞാൻ വെക്കുന്നത് റിസീവിംഗ് ടവലാണ്. ബേബിയെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വാങ്ങിക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. ഇത്തിരി നല്ല വീതിയും നീളമൊക്കെ ഉള്ളൊരു ടവലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്യാപ്പും വരുന്നുണ്ട്. അടുത്തതായി ഞാൻ 2-3 ടർക്കിയാണ് വെക്കുന്നത്. സി-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ 4-5 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ബേബിക്ക് 3-4 ടർക്കീസിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതും നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടുള്ള ടർക്കീസ് ക്യാപ്പൊക്കെ വരുന്ന ഒരു ടർക്കിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതെല്ലാം കഴുകി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഈ ക്യാരി ബാഗിലോട്ട് വെക്കുകയാണ്. ഇതൊരു മുസ്ലിം ടവലാണ്. തോർത്തായിട്ടും ടവലായിട്ടും ഉപയോഗിക്കാം. ഇത് ഹോസ്പിറ്റലിൽ ആവശ്യം വരുമോ എന്ന് അറിഞ്ഞുകൂടാ. കുളിപ്പിക്കുമ്പോഴേക്കാണ് ഇത് യൂസ് ചെയ്യാറ്. എന്നാൽ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ഷീറ്റാണ്. വെള്ളം നിറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്താലും ബെഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വെക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ വാങ്ങിയൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ബേബിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കുളിപ്പിക്കാനൊക്കെയാണ് ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇത് കുറച്ചൊരു വെള്ള തുണിയാണ്. ഇത് ഹോസ്പിറ്റലിൽ ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പെമ്പേഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. ഹാനിയറി ടൈമിലും പെമ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഞാൻ പെമ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഈ വെള്ള തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഞാൻ ഈ ബാഗിൽ വെക്കുന്നത്. ഇത് മിറ്റൻസ് ആൻഡ് ബുട്ടീസ് ആണ്. 4 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നല്ല യൂസാണ്. ഹാനിയറി ടൈമിൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചെറിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഒരു ബാഗിലാണ് വെക്കുന്നത്. അപ്പം എല്ലാം കൂടെ മിക്സ് ആവത്തില്ല, പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഇത് ബേബി ക്യാപ്പാണ്. അത് ഞാൻ 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നല്ല യൂസാണ്. ന്യൂബോൺ ബേബീസിനൊക്കെ ഇയർ കവർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാനിയറി ടൈമിന് ഞാൻ കുറച്ചെടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാൻ പ്രാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതും ഈ കവറിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ബേബിയുടെ കുഞ്ഞുടുപ്പാണ്. വൈറ്റ് കുഞ്ഞുടുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 40 വരെ ഈ കുഞ്ഞുടുപ്പാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. ഇത് ബേബി ഫേസ് ടവലാണ്. ഫീഡ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബേബി ഫേസ് ടവലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കും. ഈ 4 പ്രോഡക്റ്റാണ് ഇങ്ങനെ ഒരു ചെറിയ കവറിലാക്കി ഞാൻ വെക്കുന്നത്. ഇത് ബേബി പില്ലോ ആണ്. ഇത് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ആവശ്യം വരില്ല, പക്ഷെ ഞാൻ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ബാഗിലാക്കി എല്ലാ സാധനങ്ങളും വെക്കുന്നുണ്ട്. ഇതൊരു ക്യാരി ബാഗാണ്. ഇതും ഹോസ്പിറ്റലിൽ നല്ല യൂസ് ആകാറുള്ള സാധനമാണ്. ഹാനിയറി ടൈമിൽ ഞാൻ ഇതൊരെണ്ണം കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ബേബിക്ക് ഫസ്റ്റ് തൊട്ട് കൊടുക്കുന്ന സംസം വെള്ളമാണ്. അപ്പോൾ അതും ഞാൻ കരുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ബേബിക്ക് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ബേബി ഗേളിൻ്റെയും ബേബി ബോയിൻ്റെയും പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. എൻ്റെ മൂത്ത മോളെ പേര് ഹാനിയാണ്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.